Watch full episodes on Jio Hotstar. മോട്ടോ സൂക്ഷിച്ചപ്പോ എന്റെ ആട്ടുകുട്ടിയാണ്. എവിടെ പോവാണ്? അവിടെ നിക്ക്. എന്റെ ആടുകളെ ഇങ്ങ് തന്നിട്ട് പോ. ഒന്ന് മാറിപ്പോ ചേട്ടാ, വണ്ടി എടുത്ത് മാറ്റൂ. എന്റെ മാസ്ക് ഇട്ട ചേട്ടാ, കാർ ഒന്ന് സൈഡിലാക്കൂ. വാടാ മക്കളെ, വാ 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 വാ. ചിങ്കം സാറേ, ഞങ്ങളിതാ എത്തിപ്പോയി. ഒരു മാസ്ക് ഇട്ടവൻ ഞങ്ങളുടെ കാറിനിട്ട് ഇടിച്ചു കളഞ്ഞേ, അതുകൊണ്ടാ ലേറ്റ് ആയത്. എന്റെ അമ്മോ, ആ മാസ്ക് ഇട്ടവൻ തന്നെയാണ് കള്ളൻ. അവനെ പിടിക്ക്. എന്റെ പത്തിലോ ആ മാസ്ക് ഇട്ടവൻ കള്ളനാണത്രേ. വരൂ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? കാറ് നേരെ ഓടിക്ക്. പത്തിലോ, കാറിന്റെ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കൂ.
എന്റെ മോട്ടു നീ എന്തായി ചെയ്യുന്നേ? താഴത്ത് കടലാണ്. അവന് പോവാൻ പറ്റുമെങ്കിൽ നമുക്കും പോവാൻ പറ്റും. നമ്മൾ ആർക്കും പിന്നിലല്ല പത്ലു. പത്ലു രക്ഷിക്കൂ! പാരച്യൂട്ട് തുറക്കൂ! പാരച്യൂട്ട് തുറക്കൂ! എന്റെ മോട്ടു നമ്മുടെ കയ്യിൽ എവിടുന്ന പാരഷൂട്ട്? ഐഡിയ. ചിങ്കം സാർ, കള്ളൻ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷേ അവന്റെ നമ്പർ പ്ലേറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വെച്ച് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. എന്റെ അമ്മോ, വെറുമൊരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ അന്വേഷിക്കാനാണ്? മിക്കവാറും ഇത്തവണ എന്റെ തൊപ്പി തെറിക്കും. ജോലി പോയതിനു ശേഷം ഞാൻ എന്താ ചെയ്യാ? എന്താണ് ഞാൻ ചെയ്യാ? പറയൂ. എന്റെ അമ്മ, നീ തന്നെ കഴിച്ചോ? എന്റെ അമ്മ, എനിക്ക് ഇഡ്ഡലി ദോശ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാനിനി എങ്ങനെ ജീവിക്കും മമ്മി? ചിങ്കം സാറേ, ആ കള്ളൻ വളരെ എക്സ്പേർട്ട് ഡ്രൈവറാണ്. ഇത്രയ്ക്കും എക്സ്പേർട്ടായ ഡ്രൈവർ കാർ റേസിൽ എന്തായാലും പങ്കെടുക്കാൻ വരാതിരിക്കില്ല. ഫുർഫുറി നഗറിൽ കുറച്ചുപേർ കാർ റേസിന് എന്തായാലും വരില്ലേ? ഇവൻ അവരിൽ ഒരാളായിരിക്കും. ഇനി ഒരിക്കലും അവൻ രക്ഷപ്പെടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഞാൻ എല്ലാ കാർ ഡ്രൈവേഴ്സിനും റൂമിൽ പോയി ചെക്ക് ചെയ്യും. മാത്രമല്ല അവരുടെ കാർ നമ്പറും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളും എന്നോടൊപ്പം വരൂ. എന്റെ കഴിവെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ ചിങ്കം സാർ, ആ ട്രോഫി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കാർ റേസ് തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. എങ്ങനെയെങ്കിലും ആളുകൾ ഈ കാര്യത്തെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേസിൽ പങ്കെടുക്കുകയില്ല. ആ ട്രോഫി എന്തായാലും തിരിച്ചു കിട്ടും. സാറ് വിഷമിക്കണ്ടെന്നേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇന്ന് നിങ്ങളുടെ കോൺസ്റ്റബിൾസ് എല്ലാ കാറുകളും എല്ലാ കാർ ഡ്രൈവേഴ്സിന്റെ റൂമുകളും പരിശോധിച്ചു നോക്കി. ഒന്നും കണ്ടെത്താനായില്ല. ഇനിയിപ്പോ കാറിന്റെ നമ്പർ പോലും മാച്ച് ആവാതെ കള്ളനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? No. Yes! കിട്ടിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. കോൺസ്റ്റബിൾസ് ഈ വണ്ടിയുടെ ഉടമയെ പിടിച്ചിട്ട് വിലങ്ങണിച്ച് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. എന്റെ അമ്മേ, ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നേ? സർ സർ, വി കാനോട്ട് അറസ്റ്റ് യു ദിസ് കാറിന്റെ മുതലാളി എന്ന് വെച്ചാ വി കാനോട്ട് അറസ്റ്റ് യു സർ. ടെസ്റ്റ് അറസ്റ്റ്. നിന്റെ ഇംഗ്ലീഷ് പറയുന്നത് നിർത്ത്. അവന്റെ കയ്യിൽ വിലങ്ങണിയിച്ച് ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ. ഇറ്റ്സ് ആൻ ഓർഡർ. അപ്പൊ ഞങ്ങൾക്ക് ഇനി വേറൊന്നും പറയാലോ. സോറി, ലാസ്റ്റ് ഓർഡർ ക്യാൻസൽ. എന്നെ വിട. മോട്ടു മുമ്പിലേക്ക് നോക്ക്, എന്തൊക്കെയാ ചെയ്യുന്നത്? പത്ലു മുന്നോട്ട് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ കണ്ണിങ്ങനെ തുറന്നു പിടിക്കാന്ന് വെച്ചാ ബുദ്ധിമുട്ടാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ലേ? കണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കുക.
വെറും പൊട്ടന്മാരെ പോലെ ഇരിക്കാതെ കണ്ണ് തുറന്നു പിടിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കണമെന്നല്ല അർത്ഥം. കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ അപകടമുണ്ടാവില്ലേ? ഇനി കേൾക്കൂ, ഇത്തരം റേസിംഗിൽ ടേൺ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. എവിടെ ടേണിംഗ് വരുന്നുവോ അവിടെ ശക്തമായി ബ്രേക്ക് ചവിട്ടി പതുക്കെ റിലീസ് ചെയ്യണം. ഓക്കെ സർ, മനസ്സിലായി. മോട്ടു ശക്തിയിൽ ബ്രേക്ക് ചവിട്ട്, എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്യേ. പൊളിച്ചെടുത്തല്ലോ. റേസ് തുടങ്ങുന്ന മുമ്പ് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്ന തോന്നണേ. എന്റെ പത്തിലും ബ്രേക്ക് എങ്ങനെ റിലീസ് ചെയ്യാ? ബ്രേക്ക് എന്റെ കയ്യിൽ ഇല്ലല്ലോ. നിങ്ങൾ ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കാത്തതെന്താ? എന്താ സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞേ? അതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ? ബേസിക് റൂൾ ആണത് ഡ്രൈവിംഗിന്റെ, സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളത്. ഈ റേസിൽ സീരിയസ് ആയില്ലെങ്കിൽ അപകടമുണ്ടാവുക തന്നെ ചെയ്യും. നോക്ക്, നിങ്ങളെപ്പോലെ എനിക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ റേസിംഗിൽ വിജയിക്കണമെന്നും ഗോൾഡൻ കാർ സ്വന്തമാക്കണമെന്നും. പക്ഷെ ഞാൻ സീരിയസ് ആയിരുന്നില്ല. അങ്ങനെ അപകടവും ഉണ്ടായി. എന്റെ സ്വപ്നം സ്വപ്നമായി തന്നെ ഇരുന്നു. പക്ഷെ അതിനുശേഷം ജനങ്ങളെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി സഹായിക്കുകയാണ്. അവരിലൂടെ എന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ, നിങ്ങൾക്ക് ഈ കാർ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഈ റേസിൽ പങ്കെടുത്ത് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് സ്വയം സബലീകരിച്ചൂടെ? അതെ സാറേ, നിങ്ങൾ അതിന് കാലുകൊണ്ട് ഓടൊന്നും വേണ്ടല്ലോ. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ലല്ലോ. ഈ റേസ് അത്രയ്ക്കൊന്നും എളുപ്പമല്ല. ശാരീരികമായി നല്ല ഫിറ്റ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. ബി പോസിറ്റീവ് സർ. ഞങ്ങൾ ഇന്നു മുതൽ ഈ ട്രെയിനിങ്ങിൽ വളരെ സീരിയസ് ആവാം. ഒരുപക്ഷെ നിങ്ങൾക്കും റേസിൽ പങ്കെടുക്കാൻ പറ്റിയാലോ? നിങ്ങൾ എന്റെ ഉറങ്ങിക്കിടന്ന സ്വപ്നത്തെ തട്ടിയുണർത്തുകയാണ്. അപകടത്തിന് ശേഷം ഇതുപോലെ വേറൊരാളും എന്നോട് വീണ്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആരും എന്നെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ചില്ല. നിങ്ങളാണോ ടീച്ചർ അതോ ഞാനോ? എനിക്ക് സംശയം തോന്നുന്നു. ഓക്കേ, കം ഓൺ, ലെറ്റ് us പ്രാക്ടീസ്. പക്ഷേ ഈ റേസിംഗിലുള്ള കാറിലല്ല, ഡോക്ടർ ജഡ്കയുടെ മറ്റേ കാറിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാനും പങ്കെടുക്കും. വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരും നല്ലോണം പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന് നല്ല പിക്കപ്പ് ചെയ്തെന്നാ? പൊളിച്ചെടുത്തല്ലോ. വെള്ളത്തിൽ മുങ്ങി മുങ്ങി ഞങ്ങൾക്ക് ജലദോഷം പിടിച്ചിരിക്കുന്നു.
കൂട്ടുകാരെ, ഈ റേസ് 36 മണിക്കൂറിന്റേതാണ്. ഫുർഫുറി നഗറിൽ നിന്നും തുടങ്ങി കാറുകളെല്ലാം മോഡേൺ സിറ്റിയിലൂടെ കടന്നു പോകുന്നതാണ്. അതിനുശേഷം മോഡേൺ സിറ്റി കഴിഞ്ഞതും ഒരു നൈറ്റ് ഹോൾഡ് ഉണ്ടായിരിക്കും. പിന്നെ രാവിലെ 10 മണിക്ക് റേസ് വീണ്ടും തുടങ്ങുന്നതാണ്. പിന്നെ ധൂംപൂരിലെ സ്റ്റേഡിയത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റേസിന്റെ മുഴുവൻ റൂട്ട് ചാർട്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. All the best, sir. ഓൾ ദ ബെസ്റ്റ്. ഏയ്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേടാ. എന്റെ അഭിപ്രായത്തിൽ ഈ കാർ റേസിലൊന്നും നിങ്ങൾ പങ്കെടുക്കരുത്. ജീവൻ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. താങ്ക്സ്. പക്ഷെ ഞങ്ങൾ ഈ റേസിൽ തീർച്ചയായും പങ്കെടുക്കും. ഞങ്ങൾ ഒരു അപകടത്തെയും പേടിക്കുന്നില്ല. ഓട്ടുപത്ലു, നിങ്ങളുടെ കയ്യിൽ 36 മണിക്കൂറുണ്ട്. പിന്നെ ആ കള്ളനെ പിടിക്കാൻ ഈ റേസിന്റെ സമയം തന്നെ 36 മണിക്കൂറാണ്. ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ ഈ നഗരത്തിന്റെ ബോർഡർ വിട്ടാ പിന്നെ എനിക്ക് ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. ഫുർഫുറെ നഗരമാണ് എന്റെ ഏരിയ. പിന്നെ ഈ സ്റ്റേഡിയം ഏകദേശം ബോർഡറിൽ തന്നെയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓർത്തിരുന്നു, നിങ്ങളുടെ കയ്യിൽ വെറും 36 മണിക്കൂറാണ് ഉള്ളത്. പറയൂ, എത്ര മണിക്കൂറാണ് ഉള്ളത്? 36 മണിക്കൂർ. ഡോക്ടർ ജഡ്ക, നമ്മൾ അവസാനത്തെ പോയിന്റിൽ പോയി ഇവർക്ക് വേണ്ടി കാത്തിരിക്കാം. വരൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.